ഹായ് മച്ചാന്മാരെ, കാശ്മീരിൽ വരുന്നവരിൽ ആർക്കാണ് മഞ്ഞിൻ്റെയും മലകളുടെയും പൈൻ ഫോറസ്റ്റിൻ്റെയും നടുവിൽ ഒരു ദിവസം താമസിക്കണമെന്ന് ആഗ്രഹമില്ലാത്തത്? അങ്ങനെയുള്ളവർക്ക് ഗുൽമർഗിലുള്ള ഒരു അടിപൊളി ഹോട്ടലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇനി ഒരു റൂം എടുത്ത് നിങ്ങൾ താമസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാവുന്ന സർവീസും എമ്യൂണിറ്റീസും റൂം കാറ്റഗറിയും പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഹോട്ടലിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് നല്ല മരത്തടി കൊണ്ട് തീർത്ത ലക്ഷറി ഫീലോട് കൂടിയിട്ടുള്ള നല്ല റിസപ്ഷനും ലോബി ഏരിയ കാണാൻ സാധിക്കുന്നത്. നല്ല വില കൂടിയ മരത്തടി കൊണ്ട് നിർമ്മിച്ച കസേരകളും സോഫകളും കൊണ്ട് ലോബി ഏരിയ അതിമനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ലൈറ്റും നല്ല മരത്തിൽ പണിതിട്ടുള്ള വുഡൻ പാനലിലാണ് ഹോട്ടൽ കംപ്ലീറ്റ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ കയറിയിട്ടുള്ളത് ഇവിടെയുള്ള സൂപ്പർ ഡിലക്സ് റൂമിലാണ്. ഓരോ റൂമും സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് സിസ്റ്റത്തോട് കൂടിയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കാരണം ഗുൽമർഗിൽ ഏറ്റവും കൂടുതൽ മഞ്ഞ് വീഴുന്നത് കൊണ്ടും വിന്ററിൽ താമസിക്കാനും വേണ്ടിയിട്ട് ഇവിടെ സെൻട്രൽ ഹീറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഹോട്ടലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ബാൽക്കണി വ്യൂ, ഇവിടെയുള്ള എമ്യൂണിറ്റീസിൽ നമുക്ക് നല്ല അടിപൊളി കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കെറ്റിലും കാര്യങ്ങളും കോഫി പൗഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ടീപ്പോയി, സോഫ സെറ്റ്, വളരെ നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ടി വിയും അറ്റാച്ച്ഡ് ബാത്റൂമിൽ ടവലും കാര്യങ്ങളും നല്ല യൂറോപ്യൻ സ്റ്റൈലിൽ കുളിക്കുന്ന ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഓരോ റൂമിലും ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഹോട്ടലിലെ സൂപ്പർ ഡിലക്സ് കാറ്റഗറിയിൽപ്പെട്ട ഫാമിലി റൂമാണ്. അതായത് അച്ഛനും അമ്മയും കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ താമസിക്കാൻ പറ്റിയ നല്ല വിശാലമായ ഒരു റൂമാണ് നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഒരു റൂമിൽ നമുക്ക് LCD ടിവിയും കെറ്റിലും കോഫി പൗഡറും കപ്പും മിനറൽ വാട്ടറും അതിമനോഹരമായ ടീപ്പോയും ചെയറും സെൻട്രൈസ്ഡ് ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു റൂമിൽ അവൈലബിൾ ആയിരിക്കുന്നതാണ്. മാത്രമല്ല പുറത്ത് നല്ല ഗുൽമർഗിൻ്റെ അതിമനോഹരമായ പൈൻ ഫോറസ്റ്റിൻ്റെയും മലകളുടെയും വ്യൂ കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളായിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്ക് കിടക്കാൻ പറ്റിയ 2 ബെഡും 4 പേർക്ക് വിൻഡോ സൈഡിൽ തന്നെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 4 പേരായിട്ട് വരികയാണെങ്കിൽ താമസിക്കാൻ പറ്റിയ ഡിലക്സ് കാറ്റഗറിയിൽപ്പെട്ട 4 ഷെയറിംഗ് റൂമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരത്തെ കണ്ടത് സ്വീറ്റ് റൂമാണെങ്കിൽ ഇത് ഡിലക്സ് കാറ്റഗറിയിൽപ്പെട്ട 4 ഷെയറിംഗ് റൂമാണ്. ഈ ഒരു റൂമിലും നിങ്ങൾക്ക് LCD ടിവിയും നല്ല സോഫ്റ്റ് കുഷൻ ബെഡും ബെഡിൻ്റെ തലയുടെ സൈഡിൽ തന്നെയായിട്ട് മിറർ വ്യൂവും ഉണ്ട്. അതുപോലെ തന്നെ പുറത്തുള്ള നല്ല പൈൻ ഫോറസ്റ്റ് ഒക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് രാത്രിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റിയ റൂമാണിത്. മാത്രമല്ല റൂമിൽ നിങ്ങൾക്ക് നല്ല ബാൽക്കണി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാൽക്കണി വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഗുൽമർഗിൻ്റെ അതിമനോഹരമായ പൈൻ ഫോറസ്റ്റും നല്ല പച്ചപ്പ് നിറഞ്ഞ മെഡോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് ഇരുന്നു കൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കും. മാത്രമല്ല 4 ഷെയറിംഗ് റൂമിൽ 2 ബാത്റൂമും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. യൂറോപ്യൻ ക്ലോസറ്റും ബാത്റൂമിൽ തന്നെയായിട്ട് നല്ല സെൻട്രൈസ്ഡ് ഹീറ്റിങ്ങിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബാത്റൂം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ബാത്റൂമും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണുള്ളത്. ബാത്റൂമിൽ നല്ല സോപ്പ്, ഷാമ്പു, ബോഡി ലോഷനും കാര്യങ്ങളൊക്കെ എമ്യൂണിറ്റീസ് ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുളിച്ചു കഴിഞ്ഞാൽ മുടി ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഹെയർ ഡ്രയറും ഓരോ ബാത്റൂമിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് ഹണിമൂണൊക്കെ ആയിട്ട് കാശ്മീരേക്ക് വരുന്ന കപ്പിൾസിന് താമസിക്കാൻ പറ്റിയ നല്ല സുപ്പീരിയർ കാറ്റഗറിയിൽ പെടുന്ന ഒരു റൂമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല അടിപൊളി പുറത്തെ വ്യൂവോട് കൂടി ബാൽക്കണിയുള്ള ഒരു അടിപൊളി റൂമാണിത്. പുറത്തെ കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. നമുക്ക് ഗുൽമർഗിൻ്റെ അതിമനോഹരമായ ഭംഗി ഒരു റൂമിൽ താമസിക്കുന്നതോട് കൂടി നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അടുത്തതായി ഈ ഒരു ഹോട്ടലിലെ എൻ്റർടൈൻമെൻറ്റ് ഹാളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഹാളിൽ കാണുന്നുണ്ടാവും നല്ല വട്ടത്തിൽ വെച്ചിട്ടുള്ള അടിപൊളി സോഫ സെറ്റും കാര്യങ്ങളും. മാത്രമല്ല സൈഡിൽ വലിയ രീതിയിലുള്ള LCD ടിവിയും ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റും നല്ല വാൾപേപ്പറും ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. മതിൽ ഭിത്തിയൊക്കെ നല്ല അതിമനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മിറർ കൊണ്ടാണ് വാള് തീർത്തിട്ടുള്ളത്. അതിനുള്ളിലൂടെ നമുക്ക് പുറത്തുള്ള അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇവരെ റിലാക്സ് ചെയ്ത് ഇരിക്കാനും മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നതാണ്. മാത്രമല്ല കാശ്മീരികൾ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന ശീശയും ഹുക്കകളും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യുന്നതിലേ കൂടി ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് മെയിൻ പാർട്ടായിട്ടുള്ള ഈ ഒരു ഹോട്ടലിലെ ഡൈനിങ് ഹാളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ ഒരു ഹാള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഈ ഒരു ഗുൽമർഗിൻ്റെ അതിമനോഹരമായ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് ഗ്ലാസ്സിൽ തീർത്തിട്ടുള്ള ഒരു വാളോട് കൂടിയ സ്ഥലത്താണ് ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
നിങ്ങൾക്ക് MAP സെറ്റപ്പിലാണ് ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നല്ല ലക്ഷറിയസ് ആയിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി വ്യൂ കണ്ടുകൊണ്ട് തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് കാശ്മീരിൽ വേറെയും സ്ഥലങ്ങളിൽ റൂമോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിലും ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് റൂമും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പാക്കേജായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമ്മൾ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പാക്കേജും കാര്യങ്ങൾക്കായിട്ടും വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ഇതുപോലുള്ള മനോഹരമായ വീഡിയോസിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.